മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ CV പത്മരാജൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എപ്പോഴാണ് അന്ത്യം സ്ഥിരീകരിച്ചത്? അനീഷ, സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കൊല്ലം ജില്ല സംഭാവന ചെയ്ത പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു CV പത്മരാജൻ. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 1931 ജൂലൈ 22 കൊല്ലം ജില്ലയിലെ പരവൂരിലായിരുന്നു CV പത്മരാജന്റെ ജനനം എന്ന് പറയുന്നത്. ആദ്യം ഒരു അധ്യാപകനൊക്കെ ആയി പ്രവർത്തിക്കുകയും തുടർന്ന് ഒരു വക്കീലായി പ്രവർത്തിച്ചു. കൊല്ലം ജില്ലയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു. പ്ലീഡറായി, ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചത് 1973-79 കാലഘട്ടത്തിലായിരുന്നു. കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്, അതായത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. തുടർന്ന് കൊല്ലം DCCയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. ഈ മുൻ KPCC അധ്യക്ഷനായിരുന്ന CV പത്മരാജൻ അന്തരിച്ചതിനെ തുടർന്ന് നാളെ കോൺഗ്രസ് കൊല്ലം ജില്ലയിൽ സമരസംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ കൊല്ലം ജില്ലയിൽ നാളെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തുടർന്ന് അധികം വൈകാതെ തന്നെ സംസ്കാര സമയം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിൽ തീരുമാനമാകും. കാര്യം മറ്റു മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ കൊല്ലം ജില്ലയിലേക്ക് എത്തേണ്ടതുണ്ട്. ആ ഒരു സൗകര്യം കൂടി നോക്കിയായിരിക്കും അക്കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോ, താഴേക്കടയിൽ നിന്നും പ്രവർത്തിച്ചു വന്ന നേതാവാണ്. 83 മുതൽ 87 വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. അതിന് പിന്നാലെ സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത്. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കുറച്ച് സമയത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ലിജോ റോളൻസ് പറഞ്ഞത്.